നമസ്കാരം. സനാതന വിശ്വാസപ്രകാരം ലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെ ദേവതയായി തന്നെയാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ അവർക്ക് പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നാണ് പറയുക. ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം സന്തോഷവും ഐശ്വര്യവും ആ വീടുകളിലേക്ക് കടന്നു വരികയും അത് കാലാകാലം നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാകുന്നു. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പല വിധത്തിലുള്ള തെറ്റുകളും പല രീതിയിലുള്ള തെറ്റായ പ്രവൃത്തികളും പലരും ചെയ്യുന്നു. അത് കാരണം ലക്ഷ്മി ദേവിയുടെ കോപം നിങ്ങൾക്ക് വന്നു ചേരുകയും ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ നഷ്ടമാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഗരുഡപുരാണ പ്രകാരം നോക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുമുണ്ട്. ഗരുഡപുരാണം അനുസരിച്ച് അബദ്ധത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവി നിങ്ങളോട് കോപിക്കുകയും ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. കൂടാതെ ആ വീടുകളിൽ അലക്ഷ്മി സാന്നിധ്യം അഥവാ മൂദേവി സാന്നിധ്യം ഇരട്ടിക്കുന്നതിന് അത് കാരണമായി തീരും. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്മി കോപത്തിന് കാരണമായി ഗരുഡപുരാണത്തിൽ പരാമർശിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യമായി പരാമർശിക്കുന്നത് പഴകിയ ഭക്ഷണമാകുന്നു. വീടുകളിൽ പലപ്പോഴും പഴകിയ ഭക്ഷണം വയ്ക്കുന്നതാണ്. അഥവാ ചിലർ പഴകിയ ഭക്ഷണമാണ് എങ്കിലും കഴിക്കുന്നവരാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭമല്ല എന്നാണ് പറയുന്നത്. ഗരുഡപുരാണ പ്രകാരം പഴയ ആഹാരം അഥവാ പഴകിയ ആഹാരം അതൊരിക്കലും വീടുകളിൽ സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ കഴിക്കുവാനോ പാടുള്ളതല്ല. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുക. ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ അത് വിഷമായാണ് കണക്കാക്കുന്നത്. അതായത് ആ ഭക്ഷണം ഗരുഡപുരാണ പ്രകാരം വിഷമായി കണക്കാക്കപ്പെടുന്നു. ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ആയുസ് തന്നെ കുറയുന്നു എന്നാണ് പറയുക. അതിനാൽ അത്രമേൽ ദോഷമാണ് ഇപ്രകാരം ചെയ്യുന്നത്. മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് രാവിലെ വൈകി എണീക്കുന്നതാകുന്നു. ഗരുഡപുരാണം അനുസരിച്ച് നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കണം എങ്കിൽ നിങ്ങൾ അതിരാവിലെ തന്നെ എണീക്കേണ്ടതാകുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ശീലം അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യമാകുന്നു. മണിക്കൂറുകളോളം ഉറങ്ങുന്നത്, അതായത് രാവിലെ വളരെ നേരം ഉറങ്ങുന്നത് ശുഭകരമല്ല. അതിനാൽ സൂര്യോദയത്തിന് മുൻപായി തന്നെ എണീക്കണം എന്നാണ് പറയുക. ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നതിന് കാരണമായി തീരും. ജീവിത സാഹചര്യത്താൽ അപ്രകാരമാണ് ഉറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ അതിൽ തെറ്റില്ല. അല്ലാതെ ഉറങ്ങുന്നത് ദോഷകരമാണ്, ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അതിരാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ധ്യാനിക്കുന്നത് അഥവാ ഇഷ്ടദേവതയെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ക്ഷേത്ര ദർശനം കൂടി നടത്തുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള വീടുകളിൽ ഒരിക്കലും ദാരിദ്ര്യം വന്ന് ചേരുന്നതല്ല. അഥവാ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നാൾക്ക് നാൾ ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരും. അതിനാൽ അതിരാവിലെ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക. ആരെയും വേദനിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഗരുഡപുരാണ പ്രകാരം നോക്കുമ്പോൾ ഒരു വ്യക്തിയെ ഒരിക്കലും മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും സ്ത്രീകളെ. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിലവിൽ ഉള്ളതായ സന്തോഷം പതുക്കെ മാഞ്ഞു പോകുന്നതിനും ദുരിതങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരും എന്ന് ഗരുഡപുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ അവരുടെ സ്ഥാനവും പ്രതാപവും മണ്ണോട് അടിയും എന്നാണ് പറയുക. അവരുടെ ജീവിതത്തിൽ നിന്നും സമ്പത്ത്
പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും. ഒറ്റയടിക്ക് നഷ്ടമാകും എന്നല്ല പറയുന്നത്, ക്രമേണ നിങ്ങൾക്കത് നഷ്ടമാകും എന്നാണ് പറയുക. അതിനാൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അബദ്ധവശാൽ പോലും മറ്റുള്ളവരെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആരെയും വഞ്ചിക്കരുത്. ഗരുഡപുരാണം അനുസരിച്ച് ഒരു വ്യക്തിയെയും ഒരു സാഹചര്യത്തിലും വഞ്ചിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഒരാളെ ഒറ്റിക്കൊടുക്കുന്നവർ അതീവ പാപത്തിൽ അല്ലെങ്കിൽ ദോഷകരമായ ഗണത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിനാൽ തന്നെ നരകാഗ്നിയിൽ ദഹിക്കുന്നതുമാണ്. അതിനാൽ ഒരിക്കലും ആരെയും വഞ്ചിക്കുവാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ സംഭവിച്ച് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഒരിക്കലും ആരെയും മനസ്സുകൊണ്ട് പോലും വഞ്ചിക്കാൻ പാടില്ല എന്നാണ് പറയുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ ആ വ്യക്തികളിൽ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പിശുക്ക് കാണിക്കരുത് എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തിക്ക് സമ്പത്ത് ഉണ്ടായതിനു ശേഷവും സമ്പന്നനായതിനു ശേഷവും ഒരാൾ എപ്പോഴും ദരിദ്രനായോ സാമ്പത്തികമായി പിശുക്കനായോ അഭിനയിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നവരോട്, ഇങ്ങനെ പെരുമാറുന്നവരോട് ലക്ഷ്മി ദേവിയുടെ കോപം വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ വീട്ടിൽ ദാരിദ്ര്യം ക്രമേണ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. പിശുക്ക് കാണിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. സമ്പന്നനായതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ നഷ്ടമാകുന്നതിനും ക്രമേണ നിങ്ങൾക്ക് നഷ്ടങ്ങൾ, പലവിധ നഷ്ടങ്ങൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരും. മുഷിഞ്ഞ വസ്ത്രം ധരിക്കരുത്. ഗരുഡപുരാണ പ്രകാരം നോക്കുമ്പോൾ ലക്ഷ്മി ദേവി ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നവരെ അനുഗ്രഹിക്കില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ ഒരു വ്യക്തി വൃത്തിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും കാരണമായി തീരും. പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനാൽ ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും. എന്നാൽ എപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കും. അതിനാൽ തന്നെ നിത്യവും കുളിക്കുകയും ശുഭവസ്ത്രങ്ങൾ നിത്യവും നിങ്ങൾ ധരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും 2 നേരം വീടുകളിൽ സാധിക്കുന്നവർ പരമാവധി 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും ലക്ഷ്മി കടാക്ഷം വന്നു ചേരും. അഥവാ മുൻപ് പരാമർശിച്ചതായ ചില കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം ആ വീടുകളിലേക്ക് വന്നു ചേരും.